രമ്പിളി. ഹലോ 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 എന്താ? ഹലോ എന്താ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. അത് 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 ഒന്ന് പറയടോ. അത് പിന്നെ പറഞ്ഞാ മതിയോ? അമ്മാവോ, അമ്മാവാ, അമ്മാവാ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, വേഗം പോയി കാപ്പി എടുത്ത് കുടിക്കാം അമ്മാവാ. അതെ, ഒരു തമാശക്ക് എല്ലാവരും എന്നെ അമ്മാവാന്നാ വിളിക്കാറ്. ഈ ഫാൻസി ഡ്രസ്സിൽ എനിക്ക് സ്ഥിരം അമ്മാവന്റെ വേഷമായിരുന്നു, അതുകൊണ്ട് അല്ലേടാ ചന്ദ്രു. വൈകിക്കണ്ട, കാപ്പി എടുത്ത് കുടിച്ചിട്ട് വേണം വാദത്തിന്റെ വായു കോപത്തിന്റെ ഒക്കെ മരുന്ന് കഴിക്കാൻ. ചെല്ലു, പെട്ടെന്നാട്ടെ പെട്ടെന്നാട്ടെ. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. അതെ, ഇത്രയും നാള് നമ്മൾ സമപ്രായക്കാരായിരുന്നല്ലോ, പെട്ടെന്ന് എവിടെ വന്നു ഈ അമ്മാവനൊക്കെ? ഇവിടെ നിന്ന് മഞ്ഞളരയ്ക്കാതെ വേഗം അകത്തേക്ക് പോകാൻ നോക്കൂ. അല്ലെങ്കിൽ വേണ്ട, ഈ 3 വേ ലവ് ഞാൻ മാറിത്തരാം. നീ ലവ് ചെയ്തു. അതാന്നല്ലേ, ചെല്ലു. ആക്ച്വലി ഞാൻ ഈ എന്താ മോളെ ഒരു ചൂച്ചു ശബ്ദം? ഞാനും കേട്ടു, ആരോ വിളിക്കുന്ന പോലെ. അപ്പൊ നേരത്തെ ഹലോ ഹലോ എന്ന് വിളിച്ചത് അവന്മാരാണല്ലേ? അതെ. അത് പറ. ഞാൻ വിചാരിച്ചു തൊട്ടടുത്ത് ടെലിഫോൺ ബൂത്തായിരിക്കുമെന്ന്. വിജയ ചേട്ടാ വാ വാ. ഹലോ മാറ്റിയവൻ ചൂവാക്കി. ശബ്ദം പിടിച്ച് വേഗം പോടാ. നിന്നെ ഞാൻ എന്തിനാ വിളിക്കുന്നത്? ഞാൻ തന്നല്ലേ, പിടിച്ചോ. ഈ ഏരിയ നിന്നാണ് വന്നത്. എന്താണ് മാഷ പ്രശ്നം? ഇപ്പൊ എന്താ പ്രശ്നം ആശാനെ? ഓണറെ, ഇവൻ ഞങ്ങളുടെ പെങ്ങളെ ഷൂ ഷൂ എന്ന് വിളിച്ചു. ഞാനല്ല, ഈ പമ്പിന്ന് വന്ന ശബ്ദ. പമ്പ? ആ പമ്പ്, കാറ്റടിക്കുന്ന മെഷീൻ, അതിന്റെ ശബ്ദമായി. പെണ്ണുങ്ങളെ വിളിക്കാനും മെഷീൻ ഇറങ്ങിയ? അത് വെച്ച് ഞങ്ങളുടെ പെങ്ങളെയും വിളിക്കൂലടാ. ഇത് ശരിയാവില്ല കേട്ടാ. എന്റെ മാഷ, ഇത് സൈക്കിളിൽ കാറ്റടിക്കുന്ന പമ്പ. ദേ നോക്കിയേ, അവൻ സൈക്കിളിൽ കാറ്റടിക്കായിരുന്നു. അയ്യടാ പാവം, വെറുതെ അടികൊണ്ട്. അപ്പൊ പുറകുവശത്തൊന്ന് കാറ്റടിച്ചാലടാ. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്താന്ന് കോരങ്ങൻ ഞാൻ അറിഞ്ഞു. ആരാണത്? ഞാനാണ് ചേട്ടാ. പാട്ട് പാടിയത് ആരാണ്? അതാരാണ്? അയ്യോ വിജയ ചേട്ടാ, ഇന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഈ വടി വടിവാളാക്കേണ്ടി വരുമെന്നാണ് തോന്നണത്. വാ. ആകാശവാണി, തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. ഇപ്പോൾ സമയം 10:10. റേഡിയോടാ. റേഡിയോ തല്ലിപ്പൊളിച്ചേന്. എന്നാ വാ, റെസ്റ്റ് എടുക്കാം. വാ. കട്ടിലെവിടെയാണ് ചേട്ടാ? വീട് വൃത്തിയാക്കുമ്പോൾ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഗാനങ്ങൾ, അതായത് പ്രണയ ഗാനങ്ങൾ. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു. അതിനുള്ള വേദന ഞാനറിഞ്ഞു. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗം. നിന്റെ കൂടെ ഡ്യൂറ്റ് പാടാനല്ല ഞാൻ വന്നത്. നിനക്ക് അനുരാഗം വരുമ്പോ നീ ഓരോരോ ശബ്ദം ഉണ്ടാക്കും. അതിന്റെയൊക്കെ തല്ലുകൊള്ളുന്നത് ഞാനും. ഇനി നിന്റെ ഒരു ശബ്ദം അപ്പുറത്തെ കേൾക്കാൻ പാടില്ല. ഇങ്ങോട്ട് വന്നേ. ഈ ടേപ്പ് ഇരിക്കട്ടെ. മ്യൂസിക് കേട്ടോണ്ട് ജോലി ചെയ്യാൻ ഒരു പ്രത്യേക സുഖം. വാ, അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. ചേട്ടാ, വിജയ, ചേട്ടൻ എന്തെടുക്കാണ്? ഞാൻ മുറുക്കേണ്. മുറുക്കണ? ദൈവമേ, എന്തു സാധനം ലൂസായത്? വെറ്റില മുറുക്കേടാ. ചേട്ടാ, എഞ്ചാടാ. ഈ ബാത്റൂം എവിടെയാണ്? നീ ഇപ്പൊ എവിടെയാണ്? ഞാൻ കട്ടിൽ കിടക്കാണ് ചേട്ടാ. മോനെ, ബാത്റൂം നിന്റെ അടുത്തേക്ക് വരണോ അതോ നീ ബാത്റൂമിലേക്ക് പോവോ? ഞാൻ ബാത്റൂമിലേക്ക് പൊക്കോളാം, എനിക്ക് അങ്ങനെ വലിയ ഭാവമൊന്നുമില്ല. എന്നാ നീ അവിടെ നിന്ന് എണീറ്റേ. എഴുന്നേറ്റാ? എഴുന്നേറ്റ്. ഇനി ഒരു 4 സ്റ്റെപ്പ് മുമ്പോട്ട് നടക്ക്. ഇത് കസേരയല്ലേ ചേട്ടാ? കസേര എത്തിയാ? എത്തി. റൈറ്റ്. പോയിക്കോട്ടെ.
ആ ഒഴിച്ചോ. എന്താ നീ ഒഴിക്കാൻ പോകുന്നത്? മൂത്രം. മൂത്രം ഒഴിക്കാൻ ബാത്റൂമിൽ പോടാ. അതല്ലേ ചോദിച്ചാ ബാത്റൂം എവിടെയാണെന്ന്. വലത്തോട്ട് പോടാ. വലത്തോട്ട്. ആ റൈറ്റ്. വലതുവശം റൈറ്റ് ആണെന്ന് എനിക്കറിയാം. അറിയാലേ? ആ. ഇനി തിരിഞ്ഞോ. ആ തിരിഞ്ഞ്. തിരിഞ്ഞെങ്കിൽ നേരെ വെക്കും. നേരെ. നേരെ. ആ, നേരെ പോണേ. ഏയ്. ആ. ആ. ദേ, ദാ ഇവിടെ കൊണ്ടുവച്ച്. ഒറ്റ ഇടിയൊറ്റം വേണ്ട. ആരാ നിന്റെ അച്ഛൻ? അനാവശ്യം പറയുന്നു. അനാവശ്യം കാണിക്കാം, അനാവശ്യം ഒഴിക്കാൻ ചെയ്യാം. ഒറ്റ അടി. അടിക്കല്ലേ. ചന്ദ്രു, അറിഞ്ഞോണ്ടല്ലോ, അറിയാതെ പറ്റിയതല്ലേ. നിന്റെ അറിവില്ലാതെ എങ്ങനെയാ എത്രയും മൂത്രം പോണേ? തനിക്കെന്താ ഓട്ടോമാറ്റിക്കാ? മാറിക്കണങ്ങട് ചേട്ടനാ. എന്താടാ ബാത്റൂമിൽ? അതെ, ഞാൻ അറിയാതെ ഒരാളുടെ ദേഹത്ത് മൂത്രം ഒഴിച്ചു പോയി. കേട്ടല്ലോ, ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിക്ക്. ആള് മാറിപ്പോയി. എന്നെ തന്നെ തല്ലേ. ഇത് ഞാനാ പങ്കനാച്ചൻ. ആള് മാറിയിട്ടില്ലടാ, നിന്നെ തന്നെയാണ് തല്ലിയത്. നീ എന്തിനാണ് ഞങ്ങളുടെ കുളിമുറിക്കര വിളിച്ചിരുന്നത്? കേൾക്കുന്നില്ലേ? കുളിമുറിക്കറി ഒളിച്ചിരിക്കായിരുന്നു. ഇത് കുളിമുറി അല്ല. ആശാനെ, ഇത് കുളിമുറിയല്ല, ഞങ്ങളുടെ അടുക്കള. ആണോ? ഞങ്ങളുടെ കുളിമുറിയിലാണ് നിന്റെ കടിക്കുന്നത് വെച്ചിരുന്നത്. ഏട്ടൻ ഇവിടെ വന്നേ. എന്താ ഈ കാണിക്കുന്നേ? മോളെ, അവന്മാര് നമ്മുടെ കുളിമുറിക്കര വിളിച്ചിരിക്കുക. അയ്യോ ഏട്ടാ, ഇത് നമ്മുടെ കുളിമുറിയല്ല, ഇത് അവരുടെ വീടാ. ആ, ഇതെന്ത് പണ്ടാരോണ് ആ ഓണറെ? അവരുടെ വീട് എന്തിനാ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടു വെച്ചിരിക്കണത്? അയ്യോ ഏട്ടാ, അവരുടെ വീട്ടിൽ തന്നെയാ. നിങ്ങളാ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പൊ ഈ രണ്ട് വീടും തമ്മിൽ വേർതിരിവൊന്നും ഇല്ലല്ലേ? വിജയ, ചേട്ടാ, ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ചേട്ടാ, വിജയ, ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ആ. നമ്മുടെ പഴയ വടിയൊക്കെ ഒന്ന് മാറ്റണം. അതെ, മാറ്റടോ. എന്നിട്ട് ഒരു ഇരുമ്പൊലൊക്കെ മേടിക്കും. ചന്ദ്രു, വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കല്ലേ. ഇനി ഒലക്കേം കൊണ്ടിറങ്ങും. അതെ, സോറി. ഓടി. നിന്റെ ഈ ഏട്ടന്മാരുണ്ടല്ലോ, അവരെ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. ചന്ദ്രു, ആ കത്തി ഇങ്ങെടുക്ക്. ഏയ്, അതൊന്നും വേണ്ട. നിന്നോട് എടുക്കാനാ പറഞ്ഞത്. എന്തിനാടാ ഇപ്പൊ കത്തി? എന്റെ രണ്ട് കണ്ണും കുത്തിയെടുത്ത് യവന്മാർക്ക് ഓരോന്ന് വെച്ചു കൊടുക്കാനാടാ. ഇല്ലെങ്കിൽ യവന്മാരനെ തല്ലി കൊല്ലും. കൊള്ളുവടാ. നിന്നെ പോലുള്ള അലവരാധികൾ എവിടെ ചെന്നാലും തല്ലുകൊള്ളും. അതിന് ഞങ്ങളെ കുറ്റം പറയരുത്. നിങ്ങൾ വിചാരിക്കും പോലെ കുഴപ്പക്കാരൊന്നല്ല ഈ പിള്ളേര്. ദേ, ഈ പങ്കായച്ചനുണ്ടല്ലോ, ഇന്ന് വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കില്ല. അറിയോ? ഒരു പെണ്ണും ഇതേവരെ എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. അറിയോ? പക്ഷെ ഈ പയ്യൻ പങ്കായച്ചനെ പോലെയല്ല. ഹലോ. ആ, കാണാൻ മിടുക്കനാണ്, സുന്ദരനാണ്. ഏത് പെൺകുട്ടി കണ്ടാലും ഒന്നും നോക്കിപ്പോവും അല്ലേ? വിജയ്, ഏട്ടാ. പോകത്ത്. വിജയ്. ഓ ഏട്ടാ. അപ്പൊ പോയില്ലല്ലേ? ശ്ശോ, വിജയ്, എന്തോ ഏട്ടാ? ഓടിയത്ത്. വിജയ്. ഇയാൾ എന്തുമാത്രം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയാമോ? കേട്ടില്ലേ, കേട്ടില്ലേ? ഒരുപാട് കവിതകൾ എഴുതി കൂട്ടി. കണ്ടില്ലേ, കണ്ടില്ലേ? ഇതാണ് മഹായുവ കവി ചന്ദ്രഹാസൻ. പറഞ്ഞാൽ നിങ്ങൾ അറിയും. നിങ്ങൾ പാടുന്ന പാട്ടുകളില്ലേ, അതൊക്കെ ഇയാൾ എഴുതിയ കവിതകളാ. സത്യമാണോ ഈ പറയുന്നത്? ആ കവിതകളൊക്കെ എഴുതിയ കവി ചന്ദ്രഹാസനാണോ ഇത്? അതേന്ന്, ഈ ഏരിയയിലുള്ളവരൊക്കെ ചന്ദ്രന്റെ ആരാധകരാ. മാഷെ ക്ഷമിക്കണം കേട്ടാ. നോ പ്രോബ്ലം. ഞങ്ങൾക്ക് ആളറിയില്ലായിരുന്നു മാഷെ. മാഷിന്റെ കവിത എന്ന് പറഞ്ഞ വിജിമോൾക്ക് ജീവനാ. വിജയ്, മോളെ ഇങ്ങോട്ട് വന്നേ. ഇത് ആരാണെന്ന് അറിയാമോ? ചന്ദ്രഹാസന. ഏട്ടാ, എന്താ മോളെ? ദേ ഇയാളുണ്ടല്ലോ. ഇയാളോ? മാഷെന്ന് പറ മോളെ. എന്താ മാഷെ ഒന്നും മിണ്ടാത്തെ? ഞങ്ങളോടുള്ള പിണക്കം മാറിയില്ലേ? ഞങ്ങൾക്ക് കണ്ണ് കണ്ടൂടല്ല മാഷെ. ഏയ്, എനിക്ക് പിണക്കൊന്നുമില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. വാ മാഷെ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. വാ. മോളെ, മാഷക്ക് നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുക്ക്. നല്ല സ്ട്രോങ് ആയിക്കോട്ടെ, കുടിച്ചാ തല പെരുക്കണം. അതെ സുഹൃത്തുക്കളെ, അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. നിങ്ങൾക്ക് വിവേകമുള്ളവരാകണ്ടേ, വിജ്ഞാനമുള്ളവരാകണ്ടേ, വിവരമുള്ളവരാകണ്ടേ. അറിവിന്റെ മായാ ലോകത്തിലേക്കുള്ള 1001 വാതിലുകൾ, 1001 കുറുക്ക് വഴികൾ വെറും 15 രൂപ. ടെക്നിക് ഉണ്ടെന്നാ പറഞ്ഞേ? 1001 ടെക്നിക്സ്. പറടാ, എത്ര ടെക്നിക് ഉണ്ടെന്നാ പറഞ്ഞു? എടാ, 1001 പോയിട്ട് വെറും ഒരു ടെക്നിക്ക് അറിയാവിടെ എനക്ക്? തട്ടിപ്പാ, വെറും തട്ടിപ്പ്. നിങ്ങളാരും ഇതിൽ വീഴരുതെന്നാണ് ഞാനീ പറയുന്നത്. ഇതിലും ഭേദം പോയി പിച്ചെടുക്കണം. അതിലും അന്തസ്സുണ്ട്. പുതിയ നമ്പരുമായിട്ട് പുതിയ കച്ചവടക്കാരനാണെന്ന് തോന്നുന്നു. മിണ്ടാതിരിടാ.
ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നീ പോയി 2 എണ്ണം പൊട്ടിക്കും. ഇത് എന്റെ അച്ഛനാ. അതുകൊണ്ടാ നിന്റെ അച്ഛനാണെന്ന്. അവനെന്താ പറഞ്ഞേ? അച്ഛനാണെന്ന്. ഓ, സന്തോഷം. സ്വന്തം തന്തയെ തിരിച്ചറിയെങ്കിലും ചെയ്തല്ലോ, വളരെ സന്തോഷം. എടോ, എനിക്കറിയാവോ, ലക്ഷക്കണക്കിന് രൂപ വിറ്റുവരവുള്ള നല്ല ഒന്നാം തരം ഒരു സോപ്പ് കമ്പനി, കോടിക്കണക്കിന് രൂപയുടെ കൺസ്ട്രക്ഷൻ വർക്ക്സ് വേറെ, ഇതെല്ലാം നോക്കി നടത്തേണ്ട എൻ്റെ ഒരേ ഒരു മകനാ ഇത്. എന്നിട്ട് എൻ്റെ മോൻ ചെയ്യുന്ന ബിസിനസ് കണ്ടില്ലേ, 1001 ടെക്നിക്ക്. എന്തിനാ? എന്നെ തോപ്പിക്കാൻ, അതായത് അവന്റെ തന്തയെ തോപ്പിക്കാൻ. തോക്കുകയല്ല മോനെ, പക്ഷേ തോറ്റുപോയ ഒരാളുണ്ട് എൻ്റെ വീട്ടിൽ, നിന്റെ അമ്മ. നീ പോന്നതിൽ പിന്നെ അവിടെ കണ്ണീര് തോർന്നിട്ടില്ല, മനസ്സിലായോ? എനിക്ക് അച്ഛനെ തോപ്പിക്കണ്ട. അച്ഛന്റെ സ്വത്തും പണവും ഒന്നും എനിക്ക് വേണ്ട. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശല്യപ്പെടുത്താൻ വരാതിരുന്നാ മതി. എന്താ 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 നീ പറഞ്ഞേ? ഞാൻ നിനക്ക് ഒരു ശല്യമാണ്? അതെ, ശല്യം തന്നെയാണ്. അച്ഛൻ എനിക്കിപ്പോ ഒരു ശല്യമാണ്. നീ ആരാ? കൂട്ടുകാരൻ. കൂട്ടുകാരനായിരുന്നു. ആ, എന്നാ പറഞ്ഞു കൊടുക്കടാ കൂട്ടുകാരാ. എന്താ പറയേണ്ടത്? പറഞ്ഞു മനസ്സിലായ കൊടുറാ. എന്താ മനസ്സിലാക്കേണ്ടത്? കുടുംബം 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 പറഞ്ഞോട്. അതെ. അച്ഛനും അമ്മയും പറഞ്ഞോട്. അതെ. വേറെ? അതെ. നീ വരുവാടാ, എൻ്റെ അടുത്ത് നീ വരും. എൻ്റെ കാൽക്കൽ വീണ് നീ കരയും. കുറിച്ചു വെച്ചു. ദേവയ്ക്കലെ നമ്പ്യാരാ പറയുന്നേ. അമ്മേ, അച്ഛൻ വന്നു. അവനെ കണ്ടോ? കണ്ടു. എൻ്റെ മോനിപ്പം വലിയ നിലയില, ബസ് സ്റ്റാൻഡിൽ പൊത്താൻ വെക്കുന്നു. 1001 ടെക്നിക്സ്, കവിതാ സമാഹാരം. കൊട്ടത്ത് ഞാൻ കരണക്കുറ്റിക്ക് വരണം. അല്ലല്ലോ, അവന്റെ കാര്യം പറയുമ്പോൾ നിനക്ക് വലിയ ദണ്ണമാണല്ലോ. എടി എടി എടി, അവന്റെ ഭാഗമല്ലാതെ എന്റെ ഭാഗം ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ വീട്ടില്? കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട്. നീ ഒറ്റ ഒരുത്തേടെ അവനെങ്ങനെ മനസ്സിലാക്കിയത്? എന്താ നോക്കി പഠിപ്പിക്കുന്നേ? അവന്റെ എണ്ണത്തല്ല, നിന്റെ എണ്ണത്തെ ആദ്യം പൊട്ടിക്കേണ്ടത്. പൊട്ടിക്കും ഞാൻ. പൊട്ടിച്ചോ? അച്ഛാ, ഒരു കപ്പ് പൊട്ടി. ആ, പൊട്ടട്ടെ. പക്ഷെ ഒരു കാര്യം നീ കുറിച്ച് വെച്ചു, അവനവിടെ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും, നീ ഇവിടെ എന്തൊക്കെ പൊട്ടിച്ചാലും ഞാൻ തോക്കുകയല്ല. അവനെ ഞാനിവിടെ വരുത്തും. എന്റെ ഈ കാലി വീഴ്ത്തും. എടി, അവന്റെ 1001 ടെക്നിക്ക് ആണെങ്കിൽ എന്റെ ഉണ്ടടി 10,000 ടെക്നിക്ക്. അച്ഛാ, നിർത്തിക്കോ. അമ്മ 10,000 രൂപയുടെ ഡിന്നർ സെറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയും വേണ്ടിയാ അതും പൊട്ടും. നമസ്കാരം സാർ. സാർ, ഞാൻ കിറ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് വരികയാണ്. എല്ലാവിധ ടൂൾ കിറ്റുകളും ഉണ്ടാക്കുന്ന കമ്പനിയാണ് സാർ കിറ്റ് ഇന്ത്യ കമ്പനി. ഈ വീട്ടിലെ എന്ത് സാധനം കേടായാലും അഴിച്ചു നന്നാക്കാനുള്ള ടൂൾസ് ഈ കിറ്റിലുണ്ട് സാർ. സാർ മൗനവ്രതത്തിലോ മറ്റോ ആണോ? തന്റെ ഈ കണാപ്പ് കിറ്റിന് എന്ത് വില വരും? വെറും 500 രൂപ. എന്നാ എന്റെ ഈ മൗനത്തിന് 10,000 രൂപയുടെ വിലയുണ്ട്. അങ്ങനെയല്ല സാർ, ഇതുകൊണ്ട് കേടായ എന്തും അഴിച്ചു നന്നാക്കാം സാർ. താൻ എന്ത് നന്നാക്കൂ? എന്തും നന്നാക്കും സാർ. ആ, എന്നാ ഈ വീട്ടിൽ സാധനം ഉണ്ട്. എന്താ സാർ? പറയ്. എന്റെ മോൻ. തലതിരിഞ്ഞ എന്റെ മോൻ. പറ്റുമോ? ഓ, ഇതെന്താണെന്ന് കാല് അല്ലേ? എന്തിനാണെന്ന് മനസ്സിലായോ? നടക്കാനല്ലേ? എന്റെ മകന് സൗകര്യപൂർവ്വം വന്ന് പിടിച്ച് മാപ്പ് പറഞ്ഞ് കരയാൻ. അതിനു വേണ്ടിയാണോ വർഷങ്ങളായിട്ട് ഞാൻ ഈ കാലം കൊണ്ട് നടക്കുന്നത്? താങ്ക്സ്, വെൽക്കം. അമ്മാവനെന്താ ഇവിടെ? അമ്മാവൻ നിന്നെ കാണാൻ വന്ന. തീപ്പെട്ടി കളയണ്ട, കൊള്ളിയുണ്ട്. അതെ, ശരിയാ, കൊള്ളിയുണ്ട് കൊള്ളിയുണ്ട്. അമ്മാവൻ ബീഡി വലിക്കോ? അല്ല, തീപ്പെട്ടി കൊണ്ട് നടക്കുന്നോണ്ട് ചോദിച്ചാ. മോനെ ചന്ദ്രഹാസ, ഈ തീപ്പെട്ടിക്കും കൊള്ളിക്കും ഒരു കടങ്കഥയുണ്ട്, അറിയാമോ? തള്ളയെ കുത്തി മകൻ മരിച്ചു എന്നല്ലേ അമ്മാവ? അത് പണ്ട്. തന്തയെ കുത്തി മകൻ മരിച്ചു എന്നാ ഇപ്പോ. എങ്ങനുണ്ട്? കൊള്ളാം. വന്നേ. നല്ല അസല് മഴയാണ്. പിന്നെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഈ വരുന്ന 24-ാം തീയതി എങ്ങനെ? നീ ഫ്രീ ആണോ ആവോ? എന്താ? അല്ല, ഫ്രീ ആണെങ്കിലേ ചോറ്റാനിക്കര ക്ഷേത്രം വരെ ഒരു 11:20 AM വന്നാൽ കൊള്ളായിരുന്നു. എന്താ കാര്യം എന്ന് പറ. സിമ്പിൾ. അന്ന് നിന്റെ കല്യാണം 11:30 മുഹൂർത്തം. വലിയ തിരക്കാണെങ്കിലേ
10 മിനിറ്റ് മുമ്പ് എത്തിയാലും മതി. മനസ്സിലായില്ല. അയ്യോ സിമ്പിൾ, മനസ്സിലാക്കി തരാം. നിന്റെ ഫാദർ അച്ഛൻ നിന്റെ വിവാഹം ഉറപ്പിച്ചു. പിന്നെ നാട്ടുകാർ മുഴുവനും അമ്പലത്തിലെത്തും. പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും ഒക്കെ എത്തും. സ്വാഭാവികമായും നീ ഒന്ന് അവിടെ വരെ വരേണ്ടി വരും. അച്ഛന്റെ കാലയിൽ ഒന്ന് തൊടേണ്ടിയും വരും. എന്തിനു? അനുഗ്രഹം വാങ്ങാൻ. എങ്ങനെയുണ്ട് മൂപ്പിൽസിന്റെ പ്ലാൻ? കൊള്ളാമല്ലേ? ഞാൻ പെണ്ണിനെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ കല്യാണം ഉറപ്പിക്കുന്നത്? പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും നിന്നെ കണ്ടിട്ടുണ്ട്. നീ ആ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അച്ഛനോട് പറഞ്ഞ് അച്ഛൻ ആലോചിക്കുന്ന പോലെ അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ട്? മോന്റെ അല്ലേ തന്ത, വക്രബുദ്ധിക്ക് വല്ല കേടും സംഭവിക്കുമോ? പിന്നെ നിങ്ങൾ അച്ഛൻ്റെയും മോൻ്റെയും കഥയൊന്നും ആ പെണ്ണിനും അവളുടെ വീട്ടുകാർക്കും അറിയില്ല. ആ പാവങ്ങളെ വെറുതെ വിഷമിപ്പിക്കരുത്.